പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. സർവീസിൽ നിന്ന് വിരമിച്ചവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കുവൈറ്റിൽ അത്യാധുനിക മെഡിക്കൽ സിറ്റി നിർമ്മിക്കും. 243 ദശലക്ഷം കുവൈറ്റ് ദിനാറാണ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ചെലവ്. സർവീസിൽ നിന്ന് വിരമിച്ചവരുടെയും വയോജനങ്ങളുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വികസിപ്പിക്കുന്ന അത്യാധുനിക മെഡിക്കൽ സിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സോഷ്യൽ സെക്യൂരിറ്റിയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ സിറ്റി വികസിപ്പിക്കുന്നത്. രാജ്യത്തെ പ്രായമാകുന്ന ജനങ്ങൾക്ക് മികച്ചതും അത്യാധുനികവുമായ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി അന്താരാഷ്ട്ര മെഡിക്കൽ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് മെഡിക്കൽ സിറ്റി ആരംഭിക്കുക. പദ്ധതിക്കായി സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉപയോഗപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ജഹ്റയിലെ അങ്കാറയിൽ 86,000 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് മെഡിക്കൽ സിറ്റി നിർമ്മിക്കുന്നത്. നൂതന ചികിത്സ, ദീർഘകാല പരിചരണം, പുനരധിവാസ സേവനങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായിരിക്കും ഇത്. 400 കിടക്കകളുള്ള ഒരു ആശുപത്രിയും ഭാവിയിൽ 800 കിടക്കകളായി വികസിപ്പിക്കാനുള്ള പദ്ധതികളും ഈ മെഡിക്കൽ സിറ്റിയിൽ ഉണ്ടാകും. ഹൃദയ ശ്വസന രോഗങ്ങൾ, ദഹന സംബന്ധമായ തകരാറുകൾ, യൂറോളജി, നെഫ്രോളജി, ഓർത്തോപീഡിക് കെയർ എന്നിവയ്ക്കായി 5 പ്രത്യേക കേന്ദ്രങ്ങൾ ഈ സൗകര്യത്തിൽ ഉണ്ടായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. മെഡിക്കൽ സേവനങ്ങൾക്ക് പുറമെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ, ദീർഘകാല പരിചരണ സൗകര്യങ്ങൾ, പുനരധിവാസ സേവനങ്ങൾ എന്നിവ ഈ സമുച്ചയത്തിൽ ഉണ്ടായിരിക്കും. ആശുപത്രിക്ക് ചുറ്റും റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, വിനോദ മേഖലകൾ ഉൾപ്പെടെയുള്ള നോൺ മെഡിക്കൽ അടിസ്ഥാന സൗകര്യങ്ങളും ഹരിത ഇടങ്ങളും നിർമ്മിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. യാത്രാരേഖ ഉപയോഗിക്കാവുന്ന വിധത്തിൽ പുതിയ സ്മാർട്ട് കാർഡ് പുറത്തിറക്കി ബഹ്റൈൻ. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പുതിയ സ്മാർട്ട് കാർഡുകൾ. ബയോമെട്രിക് സവിശേഷതകളും മെച്ചപ്പെട്ട ഗുണനിലവാരവും ഉറപ്പാക്കുന്നതാണ് പുതിയ സ്മാർട്ട് കാർഡ്. ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റിയാണ് പുതിയ സ്മാർട്ട് കാർഡുകൾ പുറത്തിറക്കിയത്. പുതിയ സ്മാർട്ട് തിരിച്ചറിയൽ കാർഡ് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ സ്വീകരിച്ചു. ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് മുഹമ്മദ് അലി അൽ ഖായിദയാണ് തിരിച്ചറിയൽ കാർഡുകൾ സമ്മാനിച്ചത്. പുതിയ കാർഡിന്റെ കാലാവധി ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 5 വർഷവും 70 വയസ്സിന് മുകളിലുള്ളവർക്ക് 10 വർഷവുമാണ്. വാണിജ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമാക്കുന്നതിന്റെയും രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെയും ഭാഗമായാണ് പുതിയ സ്മാർട്ട് കാർഡുകൾ കൊണ്ടുവന്നത്. ട്രാവൽ ആപ്ലിക്കേഷൻ റെഡി ചിപ്പുകൾ കാർഡുകളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ ആഗോള മാനദണ്ഡങ്ങൾ അനുസരിച്ച് അന്താരാഷ്ട്ര യാത്രാരേഖയായി ഈ കാർഡുകൾ ഉപയോഗിക്കാൻ കഴിയും. തിരിച്ചറിയൽ കാർഡുകളിൽ ട്രാവൽ ആപ്ലിക്കേഷൻ റെഡി ചിപ്പുകൾ അവതരിപ്പിക്കുന്ന ആദ്യ GCC രാജ്യമാണ് ബഹ്റൈൻ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അമേരിക്കൻ മദ്യത്തിന് വിലക്ക് ഏർപ്പെടുത്തി കനേഡിയൻ പ്രവിശ്യകൾ. ട്രംപിന്റെ ഇറക്കുമതി തീരുവയ്ക്ക് കനത്ത തിരിച്ചടി. ഒന്റാരിയോ, ക്യൂബക് എന്നിവയുൾപ്പെടെയുള്ള കനേഡിയൻ പ്രവിശ്യകളാണ് US മദ്യത്തിന് വിലക്കേർപ്പെടുത്തിയത്. ഒന്റാരിയോ പ്രവിശ്യയിലെ ഔട്ട്ലെറ്റ് ശൃംഖലയായ ലിക്കർ കൺട്രോൾ ബോർഡ് ഓഫ് ഒന്റാരിയോ വെബ്സൈറ്റ് താൽക്കാലികമായി പൂട്ടി. അമേരിക്കൻ മദ്യം ഔട്ട്ലെറ്റുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മദ്യത്തിന് വിലക്ക് പ്രഖ്യാപിച്ചത് അമേരിക്കൻ ഉൽപ്പാദകർക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. നിയമവിരുദ്ധ കുടിയേറ്റം, മയക്കുമരുന്ന്, കള്ളക്കടത്ത് എന്നിവ തടയുന്നതിൽ പരാജയപ്പെട്ടെന്നാരോപിച്ചാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും US 25% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയത്. ഇത് ഇന്നലെ അർദ്ധരാത്രിയോടെ നിലവിൽ വന്നു. കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% ഇറക്കുമതി തീരുവയാണ് US ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ദുബായ് ടോൾ ഓപ്പറേറ്ററായ സാലിക്കിന്റെ വരുമാനത്തിൽ വൻ വർധന. പുതിയ ടോൾ ഗേറ്റുകൾ നേടിയത് 230 കോടി ദിർഹം. 230 കോടി ദിർഹം വരുമാനം നേടിയ സാലിക്കിന്റെ ടാക്സ് കഴിഞ്ഞുള്ള ലാഭം 116 കോടി ദിർഹമാണ്. നവംബറിലാണ് 2 പുതിയ ടോൾ ഗേറ്റുകൾ സാലിക് സ്ഥാപിച്ചത്. ബിസിനസ് ബേ ക്രോസിംഗിലും അൽ സഫ സൗത്തിലുമാണ് പുതിയ ടോൾ ഗേറ്റുകൾ സ്ഥാപിച്ചത്. പിഴയും ടോളുമായി അവസാനത്തെ 3 മാസം 14% വർധനവുണ്ടായത്. മൊത്തം 2024 വരുമാനത്തിൽ 8.7% വളർച്ച. സാലിക്കിന്റെ നേട്ടം ഓഹരി ഉടമകൾക്കും ഗുണകരമാണ്. 619 മില്യൺ ദിർഹമാണ് സാലിക് ഡിവിഡന്റായി നൽകുക. പിഴ ഈടാക്കിയത് 23.6 കോടി ദിർഹമാണ്. പുതിയ സാലിക് ഗേറ്റുകൾക്ക് പുറമെ തിരക്കേറിയ പീക്ക് അവറുകൾ കൂടിയ നിരക്ക് ഈടാക്കാനും തുടങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യൻ പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. ഖത്തറിൽ UPI സംവിധാനം പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഡിജിറ്റൽ പണമിടപാടുകൾ കൂടുതൽ കാര്യക്ഷമമാകും. ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സംവിധാനം ഖത്തറിലും പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഖത്തർ നാഷണൽ ബാങ്കുമായി നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ധാരണയിലെത്തിയിരുന്നു. ഇതോടെയാണ് QR കോഡ് സ്കാൻ ചെയ്ത് പണമിടപാട് നടത്തുന്ന UPI പേയ്മെന്റ് സംവിധാനം ഖത്തറിൽ നടപ്പിലാക്കാൻ തീരുമാനമായത്.
ആദ്യഘട്ട പരീക്ഷണം വിജയകരമായതിനാൽ ലോഞ്ചിങ്ങും നടത്തിക്കഴിഞ്ഞു. ഇന്ത്യയുടെ UPI സംവിധാനം ഖത്തറിലെത്തുന്നതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഡിജിറ്റൽ പണമിടപാടുകൾ കൂടുതൽ കാര്യക്ഷമമാകുമെന്ന് ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ വിപുൽ പറഞ്ഞു. ദോഹയിൽ നടന്ന ഖത്തർ വെബ് സബ്മിറ്റിൽ സംസാരിക്കുന്നതിനിടെയാണ് ഇതു സംബന്ധിച്ച കാര്യങ്ങൾ അംബാസഡർ വെളിപ്പെടുത്തിയത്. റെസ്റ്റോറന്റുകൾ, റീറ്റെയിൽ ഷോപ്പുകൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, മാളുകൾ തുടങ്ങിയിടങ്ങളിലെല്ലാം UPI സേവനങ്ങൾ നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പണമിടപാട് നടത്തുമ്പോൾ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും പണം ഈടാക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഖത്തർ ദിർഹത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ ഇടപാടുകൾ നടത്താൻ കഴിയും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.